ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്നൊരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ഈ ഒരു ചാർട്ട് ആദ്യം ഞാൻ കുറച്ച് ചാർട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സോ ഒത്തിരി എക്സ്പ്ലനേഷനെക്കാട്ടിലും ചാർട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും, മനസ്സിലാവും. ഇവിടെ 3 കൂട്ടം ഒരു ഗ്രൂപ്പ്സ്, യു ക്യാൻ സേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പറയാൻ പറ്റില്ല. ചർച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷെ ജെന്റൈൽസ്. അപ്പൊ അതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് എടുക്കാം. 1 കൊരിന്ത്യർ 10:32 വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. സോ give no offense neither to Jews, number 1, nor to Gentiles, number 2, nor to church of God, number 3. സോ ചർച്ച് ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത അന്നു മുതൽ സകല മാനവരാശിയെയും ഇപ്രകാരം 3ആയിട്ട് തിരിക്കാം. യഹൂദന്മാർക്ക് വേണ്ടി ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്, സഭയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതിയുണ്ട്. ബാക്കിയുള്ളവരെ എല്ലാം കൺസിഡർ ചെയ്തിരിക്കുന്നത് ജാതികളായിട്ടാണ്. ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലാത്തവർ, സ്ഥലം സഭയിലെ അംഗം അല്ലാത്തവർ. കാരണം ഇനി നമ്മളെ ജാതികൾ എന്നുള്ള നിലയിലല്ല, ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വന്നവർ എന്നുള്ള ദൈവത്തിന്റെ മക്കൾ എന്നുള്ള വിളിപ്പേരാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങളിലെല്ലാം ഈ ഒരു 3 ഗ്രൂപ്പിനെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാനത് പറയാനുള്ള കാരണം, ബൈബിളിലെ പ്രൊഫസീസ്, അത് ചില പ്രൊഫസീസ് മേ ബി പ്യുവർലി ടു ദ ജ്യൂസ്, ചിലത് ജാതികൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, so some certain prophecies are only to the Jews, and certain are only for the Gentiles, and certain are only for the church. So when you understand prophecy, keep this in mind. Okay, all right. അപ്പൊ അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. This is something very very important. This is called prophetic telescoping. Okay, tell me, who can tell me what is a telescope? Quick answer. പറയുന്നേ 12ാമത്തെ ക്ലാസ് ആയപ്പോഴത്തേന് എല്ലാരും പറ. What is a telescope? Not who is a telescope. What is a telescope? ഡിസ്റ്റൻസിലുള്ളത് നല്ല ക്ലിയർ ആയിട്ടും മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടി, അടുത്ത് കാണാൻ വേണ്ടി. മാഗ്നിഫൈ ആയിട്ട് കാണാം, അടുത്ത് കാണാം. റൈറ്റ്, വെരി ഗുഡ്. പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, മേ ബി ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ യു വിൽ ഗെറ്റ് സം ഐഡിയ. ഞാൻ ഈ പിക്ചറിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഐ വിൽ ഷോ യു സംതിങ് എൽസ്. Okay, like what is in my hand? Phone. Okay. ഇപ്പൊ അത് ഫോൺ ആണെന്ന് ഞാൻ ചരിച്ചപ്പോ നിങ്ങൾ കണ്ടു. ഈ കറക്റ്റ് ഇങ്ങനെ നോക്കി, ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഇരിക്കട്ടെ. ഓൾ ഓഫ് എ സഡൻ നിങ്ങൾക്ക് ഫോൺ ആണെന്ന് പറയാൻ പറ്റും. ഈ വ്യൂ പോയിന്റ് പേനയാന്ന് പറയാം. മീൻസ് നിങ്ങൾ ഒരു ആംഗിളാണ്, ഒരു പ്രത്യേക ആംഗിളിലാണ് ഇത് കാണുന്നത്. പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ഇറ്റ് ഈസ് ഫോൺ. യെസ്. ഈ പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ, വെൻ എ പ്രൊഫറ്റ് ഗോട്ട് എ പ്രൊഫസി, പഴയ നിയമത്തിൽ ഒരു പ്രവാചകന് ഒരു പ്രവചനം ലഭിക്കുമ്പോൾ ഹി സീസ് തിങ്സ് ജസ്റ്റ് ആസ് വൺസ്. ഇപ്പോ ഒരു പ്രൊഫസി, ഇപ്പോ ഉദാഹരണത്തിന് ഡേവിഡ്, ഹി പ്രൊഫസൈഡ് ദാറ്റ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. മൈ ഗോഡ് വൈ ഹാവ് ദൗ ഫോർസേക്കൻ മീ, അല്ലെങ്കിൽ ഒത്തിരി പ്രവചനങ്ങൾ. അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ തന്നെ ഫുൾഫിൽ ആയിട്ടുണ്ടാകാം. മീൻസ് ഇൻ എ സർട്ടൻ എക്സ്റ്റെന്റ്. സോ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ they were going through the struggle, but it had a far fulfillment. That's a real fulfillment. But when a prophet's look, he sees only one mountain top, the near fulfillment. The far one, he doesn't know. See, അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഈ ടൈം ഗ്യാപ്പ് മനസ്സിലാവില്ല. He sees only just the mountain top. Maybe little more clearly if I say, look at this picture. ആർക്കെങ്കിലും പറയാമോ, യേശുക്രിസ്തു, so how many appearances are there all together, Christ Jesus to the world? Or simply saying, there is, you believe in second coming of Christ, right? Yes or no? Yes. So second coming of Christ, he is coming for whom? For the Jews. For the Jews? Only for the Jews?
For the believers. For the believers. So ipo thanne answer kitti. So somebody said for the Jews, somebody said for the believers. So there are two phases for Christ coming. So a person who looks, in the Old Testament, യേശുക്രിസ്തു ഫസ്റ്റ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ജഡശരീരം എടുത്തു വന്നു, റൈറ്റ്? യെസ്, ദ മെസ്സയ ഹാസ് കം. പക്ഷെ പഴയ നിയമത്തിൽ മിശിഹ വരുന്നു എന്നൊക്കെയുള്ള ആ കമ്മിങ് എല്ലാം പഴയ നിയമത്തിൽ ഒരാൾ നോക്കുമ്പോൾ ജസ്റ്റ് ലൈക്ക് ദിസ് വ്യൂ പോയിന്റ്, ഹി ഡസന്റ് ഹാവ് this view. He is not clear of this two end over here. See, the mobile has got two ends here. If I keep like this, yeah, two ends like this. But when I put here, well, it has two ends, but it's not clear. It's not what to say. In between, there are so many events taken place. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യഹൂദന്മാരെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു സഫറിംഗ് മെസ്സയായിട്ട് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. For them, he is always coming to conquer, the kingdom for them. So in the second phase of coming, yes, Christ is coming as the king, but they were not able to identify. എത്ര പേർക്ക് അത് മനസ്സിലായില്ല? How many of you did not understand that? What I said? Okay, hope you understood. ഞാൻ ഒന്നുകൂടെ പറയാം. See, the future kingdom. ഇപ്പൊ പഴയ നിയമത്തിൽ ഒരാള്, he got a revelation, well, about future kingdom, the Messiah is coming. പക്ഷെ മെസ്സയ വരുന്നു എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വ്യക്തമാണ്. എന്താണ്? യേശുക്രിസ്തു ജഡശരീരം എടുത്തു വന്നു. പഴയ നിയമത്തിലും അതുണ്ട്. പക്ഷെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാലേ അതിന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാകും. അതർവൈസ് ഇറ്റ് ഈസ് ജസ്റ്റ് വൺ കമ്മിങ്. Yeah, Christ is coming, that's all. But this is called the prophet perspective. So നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെയാ. See, ഞാനിപ്പോ ഇരിക്കുന്ന പൊസിഷനിലാണ് നമ്മൾ നിൽക്കണം. So we know, okay, when did Jesus come first and what are the event after that? So we know the valley in between, and we know when, we do not know exactly when Christ is going to come, but we know Christ is going to come. Yes. ഇനി അത് മുമ്പേ പറഞ്ഞതുപോലെ സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നു. അത് കഴിഞ്ഞ് യെസ്, യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് വരുന്നു. Even there are two phases. See, other two mountains. പക്ഷെ അത് പഴയ നിയമത്തിലെ ഒരാളെ സംബന്ധിച്ച്, ഒരു പ്രവാചകനെ സംബന്ധിച്ച് അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. He is unable to make a division of first coming, second coming, third coming. There's no third coming, but two phases in first coming, second coming. Unable to make it up. Okay, so all right. Okay, so അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് the prophetic perspective. അപ്പൊ ഈ ഒരു പിക്ചർ ഞാൻ മുമ്പേ കാണിച്ചു തന്ന 3 ഡിവിഷൻ ഒക്കെ മനസ്സിൽ വെക്കണം. അപ്പോൾ മാത്രമേ ക്രൈസ്റ്റ് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചൊരു നല്ല പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. ഓൾറൈറ്റ്, മൂവിങ് ഫോർവേഡ്. ഓൾറൈറ്റ്, സീ, ഈ പിക്ചർ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത വരും. ഫസ്റ്റ് തെസ്സലോനിയൻ 4:16. hope you know the words. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. So look at this picture. So 1 Thessalonians 4:13-18, it is about the believers' rapture. So give me what you know. Tell me what you know. Is Christ is going to come on the face of the earth, or is he coming in the mid-air? What do you think? Mid-air. Yes, mid-air. Very good. So ഇവിടെ എഴുതിയിരിക്കുന്നത് ലൈക്ക് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ മുമ്പോട്ട് ആ വാക്യങ്ങൾ ചിന്തിക്കുന്നതാണ്. So he comes only in the mid-air. Now later his feet is touching on the Mount Olive. That is the second phase. See, two mountains you can see there. Rapture and the second Christ coming on earth. Between there is a valley, just like well, that is hidden in the eyes of a person who is even living today. Yeah, we do not know, we will not be there actually. Even you can avada kodutirikkuna believer living today, even you can place a prophet over there in the Old Testament. For him also none of the, even he doesn't know about rapture at all. Nothing is revealed, and he doesn't know about church because no prophecy about church in the Old Testament. So about Christ coming, he has only one coming.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനെ സംബന്ധിച്ച്, അല്ലെ പഴയ നിയമം മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മെസ്സയ ഈസ് ജസ്റ്റ് കമ്മിങ്. There is no distinction there. All right. Okay. Now moving forward. All right. Okay. Look at this second reference. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം, അതാണ് മത്തായി 24:30. ആകാശത്ത് വിളങ്ങും, അന്ന് സകല ഭൂമിയിലെ സകല ഗോത്രങ്ങളും, ദി എൻറ്റയർ പീപ്പിൾ ഓഫ് ദ വേൾഡ്, പ്രലപിച്ചും കൊണ്ട്, they will cry and they will see. That's what it is written. അവൻ തേജസ്സോടെ വരുന്നത് എല്ലാവരും കാണും. But look at the previous one. Yes, അവിടെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും അവരോടുകൂടെ എടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ മത്തായി 24:30 കാണുമ്പോൾ എല്ലാവരും കാണത്തക്ക നിലയിൽ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ മഹാശക്തിയോടെ തേജസ്സോടെ വരുന്നത് കാണും. സോ സ്പെസിഫിക്കലി അത് ക്ലിയർ കട്ടായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ കുറച്ചുകൂടി വിവരിച്ച് പറയാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. എനിവേ, ഐ എം സെൻഡിങ് യു റെക്കോർഡിംഗ്, സോ നോ നീഡ് ടു വറി. ഓക്കെ, ഇത് നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. ഒത്തിരി റെഫറൻസസ് ഉണ്ട്, റാപ്ചറും സെക്കൻഡ് കമ്മിങ്. അപ്പൊ ഇനി മുതൽ നമ്മൾ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് എന്താണ്? സെക്കൻഡ് കമ്മിങ് നോട്ട് ഫോർ ചർച്ച് ബട്ട് സെക്കൻഡ് കമ്മിങ് വിത്ത് ദ ചർച്ച്. ഓൾറൈറ്റ്. അപ്പൊ സെക്കൻഡ് കമ്മിങ്ങിൽ റാപ്ചറും ഉണ്ട്. റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിലെ റാപ്ചർ എന്ന വാക്കിന്റെ അർത്ഥം ഉൽപ്രാവണം. ഓക്കെ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തുള്ള വരവ്. അപ്പോൾ നമ്മൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അതാണ് റാപ്ചർ. സഭയുടെ എടുക്കപ്പെടലാണ് റാപ്ചർ എന്ന് പറയുന്നത്. സോ ആ വാക്ക് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതിനുള്ള വാക്യങ്ങളാണ് ദാണ്ട ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. മീറ്റിംഗ് ഇൻ ദ മിഡ് എയർ, ടേക്കിംഗ് ബിലീവേഴ്സ് ടു ഹെവൻ, കമ്മിങ് ഓഫ് ഹിസ് സെയിൻസ്, അത് അത് ദൂതന്മാരെ കുറിച്ചുള്ളതാകാം. ദെൻ ഓൺലി ബിലീവേഴ്സ് സീ ക്രൈസ്റ്റ്, നോ സൈൻസ് പ്രിസീഡ് ഇറ്റ്. അപ്പൊ ആ വരവിനെ കുറിച്ച് ഒരു സയൻസും ഇല്ല. വെരി ക്ലിയർ. ദെൻ ട്രിബുലേഷൻ ബിഗിൻസ് എപ്പോ? റാപ്ചർ കഴിയുമ്പോൾ ഉടനെ. ഓക്കെ, സോ വൺസ് റാപ്ചർ കഴിയുമ്പോഴല്ല, മേ ബി റാപ്ചർ ആൻഡ് ദെൻ ട്രിബുലേഷൻ. ബട്ട് ലുക്ക് അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. വാട്ട് ഈസ് ദാറ്റ്? ടേക്കിംഗ് ദം ടു എർത്ത്. ഹു? വെൽ, ദ ചർച്ച്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ബ്രിങ്ങിങ് ബിലീവേഴ്സ് ബാക്ക് ടു എർത്ത്. അപ്പോഴാണ് ഈ 1000 year reign, സഹസ്രാബ്ദ കാലം. ഓക്കെ, എനിക്കറിയാം നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി മെസ്സേജസ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, ഓൾറൈറ്റ്. All people see Christ, yes, but here only believers see Christ, and many signs precede it. Yes. അപ്പൊ ഈ സെക്കൻഡ് ഫേസ് ഓഫ് കമ്മിങ്ങിന് എന്തുണ്ട്? സയൻസ് ഉണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് ബൈബിളിൽ തന്നെ അനേകത്തിൽ. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കൺഫ്യൂസ് ചെയ്യുന്നത്. എന്താ? ഈ സഭയ്ക്ക് വേണ്ടി വരുന്നതും കർത്താവ് ഇനി സകല ലോകത്തിന്, പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് വേണ്ടി വരുന്നതും തമ്മിൽ മിക്സപ്പ് ചെയ്തിരിക്കുക. അപ്പൊ മുമ്പേ ഞാൻ കാണിച്ച പിക്ചർ, ആ ബിലീവർ അവിടെ നിന്നാൽ പോലും ഇൻ ബിറ്റ്വീൻ ദ വാലി സം ബിലീവേഴ്സ് ആർ quite doubtful about it, and they don't identify some differences between the two phases. Hope you understood. All right, the two phases of Christ's second coming, one is for church, the other one is for Jew. എന്തുകൊണ്ടാ ഈ രണ്ട് ഫേസസ് അങ്ങനെ തന്നെ? അത് ബൈബിളിൽ വ്യക്തമാണ്. And we know that God is called the God of Israel, and he had so many promises made to Israel. സഹസ്രാബ്ദ വാഴ്ച എന്തുകൊണ്ടാ ദൈവം കർത്താവായ യേശുക്രിസ്തു ചെയ്യാനായിട്ട് പോകുന്നത്? Can anybody give me an answer? Why 1000 year reign for Jews? Give me an answer. Let it go wrong, no problem. അവര് വിലപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരാൻ. Okay, that's a good answer, but give me some more answers. Means why? എന്തിനു വേണ്ടിയാണ്? വരാൻ വേണ്ടി ആണോ? ഓക്കെ, അവര് വരും. വൈ? എന്തുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ച കർത്താവ് ചെയ്യും? അത് മശിഹ എന്ന് തിരിച്ചറിയാൻ, കർത്താവായിരുന്നു മശിഹ എന്ന് തിരിച്ചറിയാൻ. ഓക്കെ,
Go ahead again. God promised Abraham. Yes, that is a very foundational. ഷലോം പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, അത് തിരിച്ചറിയും അവര്, അത് അന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹന്ന പറഞ്ഞതുപോലെ ദാറ്റ്സ് എ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് 1000-year reign, I should say, Abrahamic covenant. Can anybody say 3 features in Abrahamic covenant? What were the 3 features? What all did he promise to Abraham? Come on, you can. Anybody? I will give you. Come on. God told to Abraham that I will give you a nation. I will make you a nation. You are right. Then two more. Descendants will be. Descendant. I will give you a son. Very good. Then one more. I will give you a son. I will give you a land, or equivalent to nation. Then I will make you a fill. I will make you a. Come on. I will make you a blessing to others. Blessings to others. These are the 3 features within Abrahamic covenant. So ഈ 3 feature പിന്നീട് നമുക്ക് കാണാം. Okay, now you answer me. I will give you a son. A son. What was the immediate son? Who was the immediate son? Abraham's son. Isaac. And who was the fulfillment? Who was the Christ? So that is there. Christ is there. Now, I will give you a land. Which is that immediate land? Come on. Which was the immediate land? I will give you a land. Which land did God give to Abraham? Abraham the land there. Canaan. Yes. Canaan nation. What is going to be the ultimate land? Which is going to be the ultimate land, or the nation, or the rule? അതാണ് നമ്മൾ ഈ പറഞ്ഞ 1000-year reign. സി, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ലാൻഡ് തരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും അവർ സമാധാനത്തോടെ അവിടെ താമസിച്ചിട്ടുണ്ടോ? ആൻഡ് ഞാൻ എന്നേക്കുമായിട്ട് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നേക്കുമായിട്ട് എന്തെങ്കിലും അവർ താമസിച്ചിട്ടുണ്ടോ? നോ ടൈം. അവര് പ്രവാസികളായിട്ട് പോവാ ചെയ്ത്. ഇപ്പോഴും അവിടെ യുദ്ധം അല്ലെ? നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് അതാണ്. They did not acquire the entire land. So it is going to be the 1000-year reign. So ദൈവം കൊടുത്ത വാഗ്ദത്തം അതോ ദൈവം നിറവേറ്റും. ഇനി അടുത്തത്, so I will make you a blessing. How is it going to be fulfilled? Yes, Jerusalem becomes the hub for the entire world. Then yes, ക്രിസ്തുവിലൂടെ അത് നിവൃത്തിയായി. പക്ഷെ അത് ലിറ്ററൽ ആയിട്ട് ആ ലാൻഡിലൂടെയും, കാരണം അനേക പ്രവചന പുസ്തകങ്ങളെ അനേക ഇടത്ത് എഴുതിയിട്ടുണ്ട്. അന്ന് ജാതികളായിട്ടുള്ളവർ, അപ്പൊ മില്ലേനിയത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? അതെങ്ങനെയാങ്കളെ, ദാറ്റ് ഓൾ വി വിൽ ഡിസ്കസ്. പക്ഷെ അന്ന് യെരുസലേം എല്ലാവർക്കും നന്മയുള്ള ഒരു ദേശമായിട്ട് മാറുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ഒരു സഭയുടെ പഠിപ്പിക്കലല്ല. അതുകൊണ്ടാണ് ഞാൻ ബൈബിള് വാക്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഉണ്ട്, നമുക്കത് വ്യക്തമായിട്ട് ബൈബിളിൽ മനസ്സിലാക്കാൻ പറ്റും. സോ റാപ്ചർ ആൻഡ് ദ സെക്കൻഡ് കമ്മിങ്. So rapture itself is second coming, but we call it like first phase and second phase. All right. So rapture is for the church. Second coming is for with the church. Okay, for the Jews. Okay, moving forward. Christ in the mid-air. Now we are just talking about Christ in the mid-air. Rapture ne kurichu namukku parayam. Nokam endokkeyanu inde features. Quickly ഞാൻ അധികം എക്സ്പ്ലനേഷൻ ഇല്ലാതെ പെട്ടെന്ന് പോകാം. ഈ വാക്യം ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് റീഡ് ഇൻ മലയാളം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച്, ആരോട്? ഈ ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർത്തുക, അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം
എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. സോ വി ആർ റാപ്ചേർഡ്. ഓൾറൈറ്റ്, ദ ചർച്ച് ഈസ് റാപ്ചേർഡ്. ഇന്ന് കർത്താവ് വന്നാൽ നമ്മൾ മരണം കാണാതെ നമ്മുടെ ബോഡി ട്രാൻസ്ഫോംഡ് ആകും. അതാണ് ഇവിടെ പറയുന്നത്. അനേക മരണാനന്തര ശുശ്രൂഷകളിൽ ഈ വാക്യം നമ്മൾ വായിച്ച് കേൾക്കാറുള്ളതാണ്. ബട്ട് ലെറ്റ് us just concentrate on few things. ഇവിടെ things that accompany at second coming. So when I say second coming now, which is in picture, the first phase, all right, the rapture is in picture. Okay, അപ്പൊ ഫസ്റ്റ് ഫേസ്, ആ സെക്കൻഡ് കമ്മിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെ അക്കമ്പനിമെന്റ് ആണുള്ളത്? നമ്പർ 1, ഗംഭീരനാദം, ഷൗട്ട്. Why a shout is needed? Yeah, അത് ഇപ്പോ like I can give you many example on it. ഇപ്പോ ഉറച്ചു പറയുക അല്ലെങ്കിൽ ആ ഗാംഭീര്യമുള്ള ശബ്ദം അതോറിറ്റിയാണ് കാണിക്കുന്നത്. ലൈക്ക് see when Jesus comes on the Lazarus tomb, you know, that occasion, he calls out with loud voice. ഞാനത് മനസ്സിൽ ചിന്തിക്കുമ്പോഴേ ഞാൻ പലപ്പോഴും ഞാനത് ഇങ്ങനെ മനസ്സിൽ കാണാറുണ്ട്. അപ്പൊ യഹൂദന്മാരൊക്കെ അവിടെ നിൽക്കുന്നവര് ഒരുപക്ഷെ പേപ്പറും പേനയൊക്കെ വെച്ചിട്ട് ഇവൻ എന്നാ കാണിക്കാനാ പോണേ, ചത്തിട്ട് പുള്ളി 4 ദിവസമായി ആ ശവം അതിനകത്തിരിക്കാം. ആക്ച്വലി അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാമോ? മീൻസ് അത് ബിബ്ലിക്കൽ അല്ല, ബട്ട് ഇറ്റ് ഈസ് പ്യൂർലി ലൈക്ക് വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ ഫ്രം വേർ ഇറ്റ് ഈസ് എമേർജ്. പക്ഷെ ഒരു ജൂയിഷ് കണ്ടന്റ്, ഒരു തോട്ട് ഇങ്ങനെയുണ്ട്. 3 ദിവസം വരെ ഒരാളുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടാകും. 3 ദിവസം കഴിഞ്ഞാൽ അത് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. സോ ബൈബിളിലെ മറ്റെല്ലാ റിസറക്ഷൻ സംഭവിച്ചതെന്നാ, ഇപ്പൊ എലീശയുടെ കാലത്ത് ഒരു ബാലനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അത് ദ സെയിം ഡേ, മേ ബി വിത്തിൻ ഫ്യൂ അവേഴ്സ് ആണ്. അതുപോലെ യേശുക്രിസ്തുവും ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചാണ് 3 ഉയർത്തെഴുന്നേൽപ്പ്. സോ അതിലെ മറ്റ് 2 ഉയർത്തെഴുന്നേൽപ്പുകളും ദ സെയിം ഡേ. പിന്നെ നമുക്കറിയാം പത്രോസ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെല്ലാം പിന്നെ എന്താ ഉറങ്ങി വീണ, എന്താ അവന്റെ പേരെന്ന്, who fell and died, ഓർക്കുന്നുണ്ടോ പേര്? ഒരു യൗവനക്കാരൻ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളി മേളിൽ നിന്ന് ഒക്കെ താഴെ വീണ് മരിച്ചു. ഓക്കെ, hope you know. Pardon? Eutychus. Eutychus, yeah, Eutychus. അപ്പോ അതെല്ലാം they came back just within that day. റിസറക്ഷൻ എല്ലാം ആ ദിവസം തന്നെയാണ്. പക്ഷെ ഈ ലാസറിന്റെ റിസറക്ഷന്റെ പ്രത്യേകത എന്താ അറിയാമോ? the body started decaying. അല്ലെ 3 ദിവസം, 4-ാം ദിവസം, 3 ദിവസം കംപ്ലീറ്റ് ആയിട്ട് 4-ാം ദിവസമാണ് ആ ബോഡി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വരുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ജൂയിഷ് മൈൻഡ്, ദ സ്പിരിറ്റ് ഹാസ് ഓൾറെഡി റീച്ച്ഡ് ഗോഡ്. ഞാൻ പറഞ്ഞു ഇത് ജൂയിഷ് തിയോളജി മീൻസ്, അപ്പൊ ജൂയിഷ് തിയോളജി എന്ന് വിളിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് എ തിയോളജി ആക്ച്വലി. ദ ജൂയിഷ് കൺസെപ്റ്റ് വി ക്യാൻ സേ, ദ റോങ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്, he gave sight to many blind. ഇവനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ മാർത്തയും മറിയയും പറയുന്നുണ്ട്, Lord, if you were here, my brother would not have died. But now you cannot do anything. But in that occasion, Christ comes authoritatively. He says, what? Lazarus, come out. With shouting, loud voice. So ഇവിടെ ഒരു ലൗഡ് വോയിസ്, ദൈവത്തിന്റെ ഗംഭീരനാദം. ആ ഗംഭീരനാദത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് അനേക പ്രത്യേകതകൾ ബൈബിളിൽ പറയുന്നുണ്ട്. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ഗാംഭീര്യമുള്ള ശബ്ദം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. മൃദുവായ ശബ്ദം, അങ്ങനെ ഗാംഭീര്യമുള്ള ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം, സോ മെനി തിങ്സ് ആണ്. പക്ഷെ ഞാനൊരു ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഓക്കെ, സോ ട്രൈ ടു ഗീവ് മീ ആൻസേഴ്സ്. ഓൾറൈറ്റ്, പൗലോസ് ദമസ്കോസിലോട്ട് പോയുന്ന സമയത്ത് there was a great big light, okay, brighter than the sun. അത് കഴിഞ്ഞ് അവർ ഈ വെളിച്ചം കണ്ട് താഴെ വീഴുക. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന ആക്ട്സ് 22:9, എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. റൈറ്റ്? സോ ഇഫ് യു ലുക്ക് ഇൻ ടു ആക്ട്സ് ചാപ്റ്റർ 9, 7, if you have Bible you can just look into that. Acts chapter 9 and 7, അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. So there is a seemingly contradiction, right? There is no contradiction, seemingly contradiction. അപ്പൊ എന്തായിരിക്കും അത്? What do you think? Anything? Any clues? 9-ാം അധ്യായത്തിൽ അവരാരും അവര്
ശബ്ദം. ഓക്കെ, നിർത്തി വേണു. അവനോട് കൂടെ പ്രയാണം ചെയ്ത് പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ആക്സ് 9:7. ഇവിടെ പറഞ്ഞിരിക്കുന്നു സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. വാട്ട് ഈസ് ദ ഓൺലി പോസിബിലിറ്റി? ഗിവ് മി എ ലോജിക്കൽ തോട്ട്. പറയാമോ ലോജിക്കലി ഇതെങ്ങനെ സംഭവിക്കും? ബൈബിൾ എന്തായാലും കോൺട്രാഡിക്ട് ചെയ്യില്ല. സോ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ദർ ഈസ് ഓൺലി വൺ പോസിബിലിറ്റി. വാട്ട് ഈസ് ദാറ്റ്? ഒരിടത്ത് കേട്ടു, ഒരിടത്ത് കേട്ടില്ല. അതിപ്പോ കോൺട്രഡിക്ഷൻ അല്ലേ? എനി ക്ലൂ? എനിത്തിങ്? ഇല്ല. റൈറ്റ്? ഓക്കെ, ഐ വിൽ ടെൽ യു. ചില ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് they heard the voice but they did not understand the message. Definitely they might have heard some sort of sound. So chapter 9-ൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോൺവെർസേഷണൽ ഒരു എന്തോ ഒരു വലിയ ശബ്ദം പോലെ, ഒരു മുഴക്കം പോലെ കേട്ടിട്ടുണ്ടാകും. But there was actually, what was that sound? Tell me, what was that sound? അത് നിങ്ങൾക്ക് പറയാം. What was that sound? Sound of God from heaven. അല്ലല്ല, ആ ശബ്ദം എന്തായിരുന്നു ശരിക്കും? എന്തായിരുന്നു അതിലുള്ളത്? Saul, Saul, why are you persecuting me? So which means, give me a synonym for sound. ശബ്ദം എന്നതിന് പകരം മറ്റൊരു വാക്ക് എനിക്ക് പറ നിങ്ങൾ. അതെന്തായിരുന്നു? What you said is true. Give me another synonym. I'm just asking that. അങ്ങനെ അത് ശബ്ദമല്ല, വെറും ശബ്ദമല്ല. പിന്നെയോ അതെന്തായിരുന്നു? Question ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, just make it simple. It was a message, right? It was a message. So a message to Paul. അപ്പൊ ഇനി നമ്മൾ രണ്ട് ഇൻസിഡന്റ് ഒന്ന് എടുത്തേ. Well, there was a sound. Yes, they heard some sort of sound. പക്ഷേ ആ ശബ്ദത്തിനുള്ളിലെ കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. They did not understand. So the message was only to Paul, but for others maybe a big sound, they couldn't recognize. അപ്പോൾ കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത്, well, it is specifically for us believers. We understand that message. Maybe it is just saying, come out my dear ones. അത് നമുക്ക് മാത്രം മനസ്സിലാകുന്നു ഗംഭീരനാദം. യെസ്, ഇതൊരു വളരെ ഒരു ചിന്തിക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ് ഈ ശൗലിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ കീപ് ഇൻ മൈൻഡ്. സെക്കൻഡ് ഈസ് ദി ആർക്കേഞ്ചൽസ് വോയിസ്. ആർക്കേഞ്ചൽ, മൈക്കിൾ ആണ് ഒരു ആർക്കേഞ്ചൽ എന്നുള്ളത് ബൈബിള് പറയുന്നുണ്ട്. പക്ഷെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പ്രിൻസസ് പ്ലൂറാലിറ്റിയിലും പറയുന്നുണ്ട്. പ്രധാന ദൂതന്മാർ അല്ലെ, പ്രിൻസസ്. ഓക്കെ, പ്രധാന ദൂതന്റെ ശബ്ദം അതൊരു രാജാവിന്റെ അക്കമ്പനിമെന്റ് ആണത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് വരുമ്പോൾ 3 കൂട്ടം ശബ്ദങ്ങൾ? കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ഒരു രാജാവിന്റെ എഴുന്നള്ളത്ത് പോലെ. നമ്പർ 3, കാഹളം, ദൈവത്തിന്റെ കാഹളം. ഓക്കെ, ഈ കാഹളത്തെ കുറിച്ച് പറയുമ്പോൾ ട്രംപറ്റ്, 1 Corinthians 15:52, the last trumpet, അത് ബ്ലോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ ബുക്ക് ഓഫ് റെവലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അവിടെ ഒത്തിരി ട്രംപറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ ലാസ്റ്റ് ട്രംപറ്റ്. അപ്പൊ ഈ ട്രംപറ്റ് എന്താ ലാസ്റ്റ് ട്രംപറ്റ്? അപ്പൊ അതിനു മുമ്പ് ട്രംപറ്റുകൾ ഉണ്ടോ? മേ ബി. പക്ഷെ ഇത് ഇപ്പൊ പൗലോസ് എഴുതുമ്പോൾ കൊരിന്തിലുള്ള റോമൻ അധീനതയിലുള്ള ആളുകൾക്ക് എഴുതുന്നു. ദേ നോ വാട്ട് ഈസ് ദ ലാസ്റ്റ് ട്രംപറ്റ് മീൻ. അത് തിയോളജിക്കൽ അല്ല, ദാറ്റ് ഈസ് പ്യൂർലി പൊളിറ്റിക്കൽ വൺ. സാധാരണഗതിയിൽ ഒരു റോമൻ ആർമി പോകുമ്പോൾ 3 ട്രംപറ്റ് മുഴക്കും. ഫസ്റ്റ് സൈറൻ ഈസ് ടു വേക്ക് അപ്പ്, ഓൾറൈറ്റ്, ഉണർന്നെഴുന്നേൽക്കാനുള്ള ആദ്യത്തെ ട്രംപറ്റ്. രണ്ടാമത്തത് ടു ലൈൻ അപ്പ് എന്ന് പറഞ്ഞാൽ അണിചേരാനുള്ള സെക്കൻഡ് ട്രംപറ്റ്. ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടു മാർച്ച് ഫോർവേഡ്. ഓക്കെ, ആ അനാലജിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, യാതൊരു സംശയമില്ല. സോ ദ ലാസ്റ്റ് ട്രംപറ്റ് ഈസ് ജസ്റ്റ് ദ റെഫറൻസ് ദാറ്റ്, like for us to understand, or maybe to Corinthians, or even for us to understand that the last trumpet, now it is ready that we are going to move. Yes,
സോ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കാഹളനാദം. സോ ഈ അക്കമ്പനിമെന്റ് ഉണ്ട്. ഇനി the dead shall be raised, who ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. സോ ഇറ്റ് ഈസ് സ്പെസിഫിക്കലി റിലേറ്റിംഗ് ടു ചർച്ച്. ഓക്കെ, പിന്നെ പഴയ നിയമത്തിലെ ആളുകളൊക്കെ എപ്പോഴാണ്? സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അത് 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പൊ ഇതിന് പല വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് നൗ. പക്ഷെ ആ ഓർഡർ അനുസരിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മളും ട്രാൻസ്ഫോംഡ് ആകും. യെസ്, വി വിൽ ബി ചേഞ്ച്ഡ് ആൻഡ് വി വിൽ ഓൾസോ ബി ടേക്കൺ അപ്പ്. പിന്നെയോ, യെസ്, വി വിൽ നമ്മള് ആ കർത്താവിനെ പോലെ സദൃശ്യന്മാരാകും. അവർ ബോഡി വിൽ ബി ട്രാൻസ്ഫോംഡ്. ഇനി ക്വിക്ലി ഞാൻ ഒരു 7 നേച്ചർ പെട്ടെന്ന് പറയാം. നമുക്കിനി 1.5 മിനിറ്റൂടെ പെട്ടെന്ന് അങ്ങ് പറയാണ്. ഓക്കെ, 7 നേച്ചേഴ്സ്. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ്, ഇറ്റ് വിൽ ബി എ ഹെവൻലി ബോഡി. ഓൾറൈറ്റ്, ഹെവൻലി ബോഡി, ഭൗമ ശരീരമല്ല, സ്വർഗീയ ശരീരം. ആ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം. 2, ഇത് ഇൻകറപ്റ്റബിൾ ആണ് എന്ന് പറഞ്ഞാൽ ദ്രവിക്കത്തില്ല, ദ്രവിക്കാത്ത ബോഡിയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുഴു വരിച്ച് ദ്രവിച്ചു. ദിസ് ഈസ് ഇൻകറപ്റ്റബിൾ. ഓക്കെ, യു ക്യാൻ ലുക്ക് അറ്റ് ദ വേർഡ്സ്. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. 3, ഇറ്റ്സ് എ ഗ്ലോറിയസ് ബോഡി, തേജസ്സുള്ള ശരീരമാണ്. ഓക്കെ, നമ്പർ 3, 1 Corinthians 15:43. Then number 4, ഇറ്റ്സ് എ പവർഫുൾ ബോഡി, ബലഹീനത ഉള്ള ശരീരമായത്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ബലഹീനതയുള്ള ശരീരമാണ് മണ്ണോട് ചേരുന്നത്, ബട്ട് ശക്തിയിൽ ഉതിർക്കുന്നു. ഇറ്റ്സ് എ പവർഫുൾ ബോഡി. Then സ്പിരിച്വൽ ബോഡി, നമ്പർ 5, സ്പിരിച്വൽ ബോഡി, പ്രാകൃത ശരീരമായത് പക്ഷെ ആത്മീക ശരീരമായിട്ട് ഉയർത്തുന്നു. നമ്പർ 6, ക്രൈസ്റ്റ് ലൈക്ക് ബോഡി, ക്രിസ്തുവിനോട് അനുരൂപമുള്ള ശരീരം. പിന്നെ ലാസ്റ്റ്, ഇമ്മോർട്ടൽ ബോഡി, അമർത്യമായത്, മരണമില്ലാത്ത ശരീരം. സോ 7 features are mentioned in 1 Corinthians 15 about our body which we are going to get. Okay, ഇതാണ് നിങ്ങളുടെ ഒരു അസൈൻമെന്റ്. ഇത് ഞാൻ ജസ്റ്റ് എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത്, റൈറ്റ് ദി നെയിംസ് ഓഫ് ക്രൗൺസ്. നമുക്ക് ക്രൗൺസ് ലഭിക്കാനായിട്ട് പോവാണ്. ഏതൊക്കെയാ ക്രൗൺ? ഈ വാക്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്രൗൺ ഏതാണെന്ന് പേരെഴുതണം. അതിനെക്കുറിച്ചൊരു 1 line ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. മറ്റെന്തെങ്കിലും റെഫറൻസ് അതിനെക്കുറിച്ചുണ്ടോ ജസ്റ്റ് ഒന്ന് കുറിച്ച് എനിക്ക് അയച്ചു തരിക. ഓക്കെ, പേഴ്സണലായിട്ട്. അപ്പൊ ഈ അസൈൻമെന്റ് ഇതുപോലെ ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. സോ ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ആൻഡ് ട്രൈ ടു ഡു ദാറ്റ്.